തവനൂരിൽ സന്ദീപ് വാര്യർക്കായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഫറൂഖ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലക്സ്. തവനൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും മുൻപെയാണ് ഫ്ലക്സ് വെച്ചത്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കെട്ടിയിട്ടിറങ്ങി വാടാവൂ. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ ഉയരങ്ങളിലെത്തിയിരുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. സന്ദീപ് വാര്യർക്ക് തവനൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് വെക്കുന്നത് ഈ പൊറൂർക്കരയാണ്. പൊറൂർക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഫ്ലക്സ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കടുത്ത പോരാട്ടം തവനൂരിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്നായാലും ഇന്നും നാളെയും കൊണ്ട് MLA വീടിന്റെ വഴിയൊക്കെ ഫ്ലെക്സ് കൊണ്ടെന്ന് അറിയണം. ഇപ്പോൾ ഇതാ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തുകൊണ്ട് പൊറൂർക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഫ്ലക്സ് വെക്കുന്നത്. സന്ദീപ് വാര്യർക്ക് തവനൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് വെക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം സന്ദീപ് വാര്യർക്ക് സീറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും ആദ്യ പട്ടികയിൽ സന്ദീപ് വാര്യർക്ക് സീറ്റില്ല. സന്ദീപ് വാര്യർ ആഗ്രഹിച്ച സീറ്റുകളിലൊക്കെ തന്നെ ഇപ്പോൾ മറ്റാളുകൾ വന്നു കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ ആഗ്രഹിച്ച മറ്റൊരു സീറ്റ് തവനൂരാണ്. തവനൂരിൽ VS ജോയി, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ പരിഗണിക്കുകയാണ്. കോഴിക്കോട് മുഴുവൻ ചോർന്ന് വിളിക്കായിരുന്നേ. ഇതിവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോ എടുത്തതാ. അല്ലെങ്കിൽ ചേട്ടൻ ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളിനി കാസർഗോഡേക്കാണ്. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കാസർഗോഡ് DCCയിൽ അതൃപ്തിയുണ്ട്. സന്ദീപ് വാര്യർ വേണ്ടെന്ന് DCC അധ്യക്ഷൻ PK ഫൈസൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിൽ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ വിവരം KPCCയെ അറിയിച്ചിട്ടുമുണ്ട്. സന്ദീപ് വാര്യർ എന്ന പേരിലേക്ക് എത്തിയത് ജില്ലയിൽ നിന്നുള്ള നേതാക്കളെ തഴയാനുള്ള കാരണം അല്ല, അതിപ്പോ പറയാനായിട്ടാ. സ്വാഭാവികമായും നമ്മളിപ്പം KPCC നേതൃത്വത്തെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരെയും ബന്ധപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഒരു ചർച്ചകളോ ആലോചനകളോ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയില്ല. വാര്യരെ സീറ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സീറ്റ് ഇല്ലെങ്കിൽ വാര്യർ നേരത്തെ ചോദ്യത്തിന്റെ ഭാഗമായി പറഞ്ഞ പോലെ അവിടെ തന്നെ നിന്നോണം. അപകടമൊന്നും കാണിക്കരുത്. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ സ്പേസ് തരുന്നൊരു പാർട്ടിയാണ്. ഇനി കേരളത്തിൽ സാധ്യതയില്ലെങ്കിൽ ജയിപ്പിച്ച് എന്താ പറയുക, രാജ്യസഭയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും ജയിപ്പിക്കാനുള്ള MLA-മാരുണ്ടല്ലോ പല സ്ഥലത്തും. അപ്പോൾ അതൊക്കെ നോക്കുക.